ഇതാണ് ഗായ്സ് ഞങ്ങളെ ആശ്രമം മൈതാനം. ഇവിടെ പിള്ളേരെല്ലാവരും കളിക്കാൻ വരും. അപ്പം കളിക്കാൻ വന്നതാണ്. നമുക്ക് അപ്പുറത്ത് ആളടുത്ത് ചോദിക്കാം ഇവിടുത്തെ ഒരു എക്സ്പീരിയൻസ്. ഒരു മിനിറ്റ്. കളിക്കാൻ വന്നതാണോ? കളിക്കാൻ വന്നതാണോ? ഈ ആശ്രമം മൈതാനത്തിനെ പറ്റി ഒരു 2 സെൻറ്റൻസ് പറയാമോ? ബ്ലോഗ് പറ. എന്താ ഒരു ഒപ്പീനിയൻ പറ ബ്രോ. എൻ്റെ കൊല്ലത്ത് ഇങ്ങനൊരു മൈതാനം ഞാൻ വേറെ എവിടെയും കണ്ടിട്ടില്ല. ഇത്ര സൗകര്യമുള്ള ഏത് പരിപാടിയായാലും നമുക്ക് ആപ്റ്റാ ഈ ഒരു മൈതാനം നടന്നത്. ഇതെന്നായിട്ടൊന്നും പറയാല്ലേ ഇതൊക്കെ തന്നെ. ബ്രോൻ്റെ പേരും കൊണ്ടൊന്ന് പറ. എൻ്റെ പേര് ഉണ്ണികൃഷ്ണൻ. ഓക്കെ, എവിടെ താമസം? എൻ്റെ വീട് ഇവിടെ അടുത്ത് തന്നെയാണ്. ഓക്കെ, താങ്ക് യു. എന്ത് സംഭവിച്ചു? യൂട്യൂബ് ചാനൽ, ഓക്കെ. ബ്ലോഗ്. പേരെന്താ? എൻ്റെ പേര് സഹദ്. ഓക്കെ, താങ്ക് യു. അപ്പം പറഞ്ഞു കേട്ടില്ലേ, ഇതാണ് സംഭവം. നമ്മളെ കൊല്ലത്ത് ഇതുപോലത്തെ ഒരു സംഭവം കണ്ടത്തില്ലാന്നാണ് ബ്രോ പറയുന്നത്. അത്രയ്ക്ക് നല്ല എക്സ്പീരിയൻസ് ആണ്. അപ്പം എല്ലാവരും ഇവിടെയും വന്ന് കളിക്കുക. ഇവിടെ ഫുട്ബോൾ കളിക്കാം, ക്രിക്കറ്റ് കളിക്കാം, എന്ത് വേണമെങ്കിലും കളിക്കാം. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നെങ്കിൽ എന്ത് വേണമെങ്കിലും കളിക്കാം. ഒരു ചേച്ചി ഡ്രൈവിങ് പഠിക്കാൻ വന്നു. ഫുട്ബോൾ, നമ്മളെ അഭിമാനമായ ഫുട്ബോൾ ഇവിടെ കളിച്ചുകൊണ്ടിരിക്കുന്നു. ഒരു ചേച്ചി സ്കൂട്ടർ ഓടിക്കുന്നു, ഡ്രൈവിംഗ് ലൈസൻസ്. ഇവിടെ അടുത്തൊരു ഡ്രൈവ് സ്കൂളുണ്ട്, യൂണിയൻ ഡ്രൈവ് സ്കൂൾ എന്ന് പറയും. അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങൾ. അപ്പോൾ എല്ലാവരും കളി കാണാൻ വന്നിരിക്കുന്നതാണ്. ഞാനും കളിക്കാറുണ്ട്, പക്ഷേ ഇപ്പം അങ്ങനെ കളി നിർത്തി. അപ്പോൾ നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ഇത് ഈ ആശ്രമ മൈതാനത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. ഇവിടുത്തെ പ്രകൃതി ഭംഗി, ഇവിടുത്തെ സൗന്ദര്യം എന്ന് വേണ്ട എല്ലാം നമുക്ക് വർണ്ണിക്കാൻ പറ്റാത്ത കാഴ്ചകളാണ് ഈ ആശ്രമ മൈതാനത്ത് കൊടുക്കുന്നത്. അപ്പം ഈ സ്ഥലത്തിൻ്റെ പേര് ആശ്രമമാണ്. അപ്പം എല്ലാവരും ഇവിടെ വന്ന് കളിക്കുക. ഇവിടെ മാത്രമല്ല, അപ്പുറത്തെ സൈഡും ഉണ്ട്, രണ്ടാമത്തെ റയർ. ഓക്കെ, അപ്പം എനിക്കറിയാമായിരിക്കും, എനിക്ക് മനസ്സിലാവട്ടോണ്ടായിരിക്കാം. സോറി, നിങ്ങൾക്ക് എല്ലാവർക്കും എനിക്കറിയാം, പക്ഷേ ഞാൻ ഒന്നും കൂടെ പറയുന്നു. ഓക്കെ, അപ്പം നമുക്ക് ചില മൊമെൻറ്റ്സ് നമുക്ക് കാണാം. ഓക്കെ, അപ്പോൾ നമ്മൾ എൻ്റെ അടുത്തോടെ ബോൾ പാസ് ചെയ്ത് കേട്ടോ. അപ്പോൾ എനിക്ക് അത് കിക്ക് അടിക്കാൻ പറ്റിയില്ല. അപ്പോൾ നല്ലൊരു കമ്പാർട്ടാണ്. ബ്രോ ഒരു മിനിറ്റ് ബ്രോ, 1 മിനിറ്റ്. യൂട്യൂബ്. ഓക്കെ. ആ ബ്രോയിനെ വിളിച്ചപ്പോൾ ആ ബ്രോയ്ക്ക് കളിക്കണം എന്ന് പറഞ്ഞാൽ തിരക്കിട്ട് പോയി. അപ്പം നമുക്ക് ഇവിടുത്തെ ചേട്ടന്മാരടുത്ത് ചോദിക്കാം ഇവിടുത്തെ ഒരു രീതി. ഓക്കെ, ബ്രോ ഒരു മിനിറ്റ്. യൂട്യൂബാ ആശ്രമ മൈതാനത്തെ പറ്റി 2 വാക്ക് പറയാമോ? മൈതാനം നല്ല ഒരു ഇതല്ലേ, ഞങ്ങൾക്ക് കളിക്കാൻ പറ്റുന്ന. അതേപോലെ ഇപ്പോൾ ഉപരാഷ്ട്രപതി വന്നപ്പം അതിനുള്ള സാഹചര്യം ഒരുക്കാനൊക്കെ ആശ്രമ മൈതാനം നല്ല. ഓക്കെ, വേറെ എന്തെങ്കിലും ഒപ്പീനിയൻ പറയാനുണ്ടോ? വേറെ അങ്ങനെ ഒരുപാട് പേർക്ക് പ്രയോജനപ്പെടുമല്ലേ? പ്രയോജനപ്പെടും. നല്ല രാവിലെ എത്ര പേരാണ് ഇവിടെ വന്നത്? ഇഷ്ടംപോലെ പേര് ഇവിടെ. ഞാൻ ഇതിനകത്ത് പറഞ്ഞിട്ട് കാര്യം, ഇഷ്ടംപോലെ പേര് കളിക്കാനും പറ്റും. ചിലവർ ക്രിക്കറ്റ് കളിക്കാൻ വരുന്നുണ്ട്, ചിലവർ ഫുട്ബോൾ കളിക്കാൻ വരുന്നുണ്ട്, നടക്കാൻ വരുന്നുണ്ട്, എക്സസൈസ് എല്ലാം. രാവിലെ നല്ല എന്റർടൈൻമെന്റ്. എത്ര മണി തൊട്ടാ ഇവിടെ നടത്താൻ തുടങ്ങുന്നത്? ഇവിടെ ഒരു 3-4 മണി തൊട്ടേ ആള് കാണും. ആ ചേട്ടൻ്റെ ഒരു എക്സ്പീരിയൻസ് അറിയാം ഈ യാത്രാമയത്തിനെ പറ്റി? ആശ്രമ മൈതാനം ഞാൻ ഈ പറഞ്ഞില്ലേ, അത് കണക്ക് നമുക്ക് വളരെ ഒരു എക്സസൈസ് വരെ ചെയ്യാൻ വരുന്നവരൊക്കെ ഉണ്ടല്ലേ? ഒരുപാട് പേര്.
ഞങ്ങളൊക്കെ തന്നെ 6-6:15 ആകുമ്പോൾ ഇവിടെ വരുന്നു, 8:30 വരെ ഇവിടെ ഉണ്ടാവും. ഞങ്ങളൊരു 10-60 പേരുണ്ട്. അങ്ങനെ പല ഗ്രൂപ്പുകളായിട്ടുണ്ടല്ലോ, ക്രിക്കറ്റ്, ഫുട്ബോള്, അല്ലാതെ ഒക്കെയുള്ള പല പല ഗെയിമുകളുണ്ട്. അപ്പം ചേട്ടൻ്റെ പേര് അതല്ലേ? താങ്ക് യു കേട്ടോ, താങ്ക് യു. പേരെന്താണ്? ജോൺസൺ. ഓക്കെ ബ്രോൻ്റെ ഈ ആശ്രാം മൈതാനത്തിനെ കുറിച്ചുള്ള ഒരു എക്സ്പീരിയൻസ് പറ. ആശ്രാമം മൈതാനം എന്നത് ഒരു സൗഹൃദപരമായൊരു കൂട്ടായ്മ സൃഷ്ടിക്കാൻ വേണ്ടിയുള്ളൊരു ഇടമാണ്. ഇവിടെ വന്നിരുന്ന് കുറച്ച് നേരം ഇരിക്കുമ്പോൾ തന്നെ കളി കഴിഞ്ഞാലും എന്നിരുന്നാലും പല മേഖലകളിൽ പെട്ടതെന്ന് ഇവിടെ വന്ന് ഒന്നിക്കുമ്പോൾ ഒരു സൗഹൃദം, പല പല കാര്യങ്ങൾ പറഞ്ഞിരുന്നു. ആശ്രാമത്തിൻ്റെ ആ ശുദ്ധവായു ശ്വസിച്ചുകൊണ്ട് ഇവിടെ ഇരിക്കുമ്പോൾ ഇവിടെ നല്ല കാറ്റാണ് പറയുന്നത് കേട്ടിട്ടുണ്ട്. ഇന്നത്തെ അവസ്ഥ കണ്ടിട്ട് നല്ലൊരു ക്ലൈമറ്റ് തന്നെ നല്ലൊരു ഇതാണ്. അതുകൊണ്ട് എല്ലാം കൊണ്ട് ഇവിടെ വന്ന് ബന്ധപ്പെട്ട് ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിൻ്റെ ഒരു സമൃദ്ധി. ഓക്കെ ബ്രോ ഇവിടെ കളിക്കാൻ വന്നതാണോ? ഞാൻ 10-30 വർഷമായിട്ട് ഇവിടെ കളിക്കും. ഏത് ഗെയിമാണ്? ഫുട്ബോൾ മാത്രമല്ലേ? ഞങ്ങൾ ഫുട്ബോളാണ് കളിക്കുന്നത്. ക്രിക്കറ്റ് കളിക്കുന്നത് നല്ല കളിക്കുന്ന ഇഷ്ടംപോലെ ഉണ്ട്. ഫുട്ബോളാണ് നമ്മളെ മെയിൻ ഗെയിം. അത് കളിക്കുന്നതുകൊണ്ട് നമുക്ക് ശരീരത്തിൽ തന്നെ എല്ലാ ഫിറ്റ്നസ്സും മാനസികമായ ഒരു ഫിസിക്കൽ ഫിറ്റ്നസ്. ഓക്കെ താങ്ക് യു. രാവിലെ ഇറങ്ങി അത് കളിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിന് ഒരു ഗുണം. പേരെന്താണോ? ഒരു സുഭാഷ്. ഓക്കെ വേറൊരു പുള്ളി ഇരിപ്പുണ്ട്, പുള്ളി എടുത്ത് വേണ്ട ഒറ്റ അഭിപ്രായങ്ങളെ ഒരു അഭിപ്രായം പറയാം, ഒരു ഒപ്പീനിയൻ പറഞ്ഞാൽ മതി. ഓടാനും കളിക്കാനായിട്ടുള്ള സംവിധാനമുണ്ട് ആശ്രാം മൈതാനമാണ്. അതുപോലെ തന്നെ എന്തെല്ലാം എക്സിബിഷൻ വരാറുണ്ടല്ലേ ഇവിടെ? ഫ്ലവർ ഷോയും ഇപ്പോൾ ഒരെണ്ണം നടന്നുകൊണ്ടിരിക്കുന്നു, മാമ്പഴക്കാലം. അത് കഴിഞ്ഞു, 7-ാം തീയതി കഴിഞ്ഞില്ലേ? സോറി ഗൈസ്, നടന്നുകൊണ്ടിരിക്കുന്നതല്ല, അത് കഴിഞ്ഞു. അടുത്ത് അത് ഓണത്തിൻ്റെ അല്ലേ വരുന്നത്? ആ ഓക്കെ. എക്സിബിഷൻ വരുന്നുണ്ട്, സർക്കസിൻ്റെ വരുന്നുണ്ട്. നമ്മൾ കൊല്ലത്ത് ഇത്ര നല്ലൊരു സംവിധാനമുള്ള ഗ്രൗണ്ട് ആശ്രാം മൈതാനമാണ്.